പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാംഖ്യയോഗങ്ങളെക്കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വല്ലഗി അഥവാ വീണായോഗം, അതിനുശേഷം ദാമയോഗം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സാംഖ്യയോഗത്തിൽ മൂന്നാമത്തെ യോഗമായ പാശയോഗമാകുന്നു. ഈ പാശയോഗത്തിൽ രാഹുകേതുക്കൾ ഒഴിച്ചുള്ള സപ്തഗ്രഹങ്ങൾ 5 രാശികളിലായി നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിനാണ് പാശയോഗമെന്ന് പറയുന്നത്. പാശമെന്നാൽ സംസ്കൃത ഭാഷയിൽ നിങ്ങൾക്കറിയാം കയറാണ്. കയറിനെയാണ് നാം പാശമെന്ന് പറയുന്നത്. അതിനാൽ എന്താണ് ഈ യോഗം? ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇതെപ്രകാരം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യമായി എന്താണ് പാശയോഗമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ജാതകാദേശ ആചാര്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പാശയോഗത്തെ പറ്റി. പാശേ ധനാർജന സുശീല സുഭൃത്യബന്ധു. 7 ഗ്രഹങ്ങളും 5 രാശിയിൽ നിൽക്കുകയാണെങ്കിൽ പാശയോഗം. ഫലം ഇപ്രകാരം പറയുന്നു. പാശയോഗത്തിൽ ജനിച്ച വ്യക്തി ധനാർജന, ധനം ആർജയിതും ശീലം അസ്യ അസ്ഥിതി ധനാർജന. ധനം സമ്പാദിക്കുവാൻ വളരെ താല്പര്യം പ്രകടിപ്പിക്കും, കഴിവുള്ള വ്യക്തിയായിരിക്കും. ധനസമ്പാദനത്തിൽ അങ്ങേയറ്റം കഴിവുള്ള വ്യക്തിയായിരിക്കും പാശയോഗത്തിൽ ജനിച്ച വ്യക്തി. സുശീല ശോഭനം ശീലം യസ്യ സഹ. ഇദ്ദേഹം നല്ല ശീലത്തോടുകൂടി സത്ശീലത്തോടുകൂടിയ വ്യക്തിയായിരിക്കും. അതിനുമപ്പുറം ഇദ്ദേഹത്തിന് സുഭൃത്യ ബന്ധു ച അസ്തി. സുഭൃത്യ നല്ല ഭൃത്യന്മാർ, നല്ല വേലക്കാർ, അകമ്പടിക്കാരും, ബന്ധു നല്ല ബന്ധുക്കളും ബാന്ധവന്മാരും ഉള്ള വ്യക്തിയായിരിക്കും പാശയോഗത്തിൽ ജനിച്ച വ്യക്തി. അതിനാൽ 3 യോഗങ്ങൾ നാം ചർച്ച ചെയ്തതിൽ പാശയോഗവും നല്ല യോഗമാകുന്നു. നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജാതകത്തിൽ ഈ 7 യോഗങ്ങളിൽ സാംഖ്യയോഗങ്ങളിൽ ഏത് യോഗമാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമസ്തേ.